ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ ഗർഭിണിയാവുന്നുണ്ട് കേട്ടോ. ഈ സന്തോഷ വാർത്ത അറിഞ്ഞിട്ട് വേദയും കൂട്ടിയിട്ട് വിക്രമാണെങ്കിൽ വേദയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിൻ്റെ വാതിക്കലേക്ക് കയറി ചെന്നുകൊണ്ട് നമ്മുടെ വിക്രം വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ, എന്തേ ഇവിടെ ജഡ്ജി അദ്ദേഹം ഇല്ലേ, ജഡ്ജിയമ്മാനെ എന്നൊക്കെ ഇങ്ങനെ ഉറക്കെ വിളിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് മുത്തശ്ശിയും അമ്മയും ഒക്കെ കൂടി ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആഹാ എന്താ വിക്രമോ കയറി വാ, ആരെ ഈ വിളിച്ചു പോകുന്നത് എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ മുത്തശ്ശി. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതേ ഇവിടുത്തെ മുതിർന്ന ഒരാളുണ്ടല്ലോ, അയാൾ എവിടെ, ഇങ്ങോട്ടേക്ക് വിളിക്ക്. എന്താ മുത്തശ്ശി പറയുന്നതെന്ന് ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോൾ, അതെ ഇവിടെ ഒരു ജഡ്ജി അമ്മാനില്ലേ, അയാളെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് പത്മൻ ചോദിക്കുന്നുണ്ട്, അല്ല മോൻ ആരെയാ അന്വേഷിക്കുന്നത്, ഇവിടുത്തെ അച്ഛനെയാണോന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛനെ തന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നിങ്ങനെ പറയുമ്പോഴേക്കും ശ്രീകാന്തിന് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. എടാ നീ ഇവിടെ വന്നിട്ട് ആരെയാ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്, എൻ്റെ അച്ഛനെയോ, എൻ്റെ അച്ഛനെ അങ്ങനെയൊക്കെ വിളിക്കാൻ നിനക്ക് എന്ത് അവകാശമുള്ളത് എന്നിങ്ങനെ ശ്രീകാന്ത് ചോദിക്കുമ്പോഴേ, അതെ ഞാൻ മുതിർന്ന ആളെയല്ലേ വിളിച്ചത്, പിന്നെ ഞാൻ ഇവിടെ തെറിയൊന്നും വിളിച്ചില്ലല്ലോ എന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് ശങ്കരനാരായണൻ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രമിനെ കാണുമ്പോഴേ ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ഇത്ര ധൈര്യത്തോടു കൂടി ഇവിടെ വന്ന് കിടന്നുകൊണ്ട് ഒച്ചയും ബഹളവും വെക്കുന്നു, നീ ആരെയും വിളിച്ചു പോകുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത്, അതെ ഞാൻ ജഡ്ജി എമാനെ തന്നെയാണ് വിളിച്ചത് എന്നിങ്ങനെ വിക്രം പറയാം കേട്ടോ. നിനക്കെന്താ ഇത്ര ധൈര്യം, ഒരു സ്വാതന്ത്ര്യം തന്നെന്ന് കരുതിയിട്ട് ഇവിടെ വന്ന് എന്ത് കാട്ടിക്കൂട്ടാന്ന് വിചാരിക്കരുത്, നിനക്കെന്താ ഇത്ര ധൈര്യക്കൂടുതലെന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട്, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാനേ നിങ്ങളെ തന്നെയാണ് വിളിച്ചത്, അതെ ഇവിടേക്കൊരു പേരക്കുട്ടി വരാൻ പോകുന്നു, അങ്ങനെയുള്ളപ്പോൾ വലിയ മുതിർന്ന ആളെന്ന് തന്നെയല്ലേ ഞാൻ വിളിക്കേണ്ടതെന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ ശങ്കരനാരായണൻ പെട്ടെന്ന് എന്താ നീ പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശിയും പറയുന്നുണ്ട്, മോൻ പറഞ്ഞത് പേരക്കുട്ടിന്ന് തന്നെയല്ലേ, അതേ മുത്തശ്ശി, അതെ ഈ വീട്ടിലേക്ക് ഒരു പേരക്കുട്ടി വരാൻ പോകുന്നു ഇങ്ങനെ പറയാണ് കേട്ടോ. ഇവിടുത്തെ ഈ മുതിർന്ന ആളെ ഉണ്ടല്ലോ അയാളെ ഞാനൊരു മുത്തശ്ശനാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണെന്ന് നമ്മുടെ വിക്രം പറയുമ്പോഴേക്കും, അത് തന്നെ ഈ വീട്ടിലെ ആദ്യത്തെ പേരക്കുട്ടി ഇങ്ങോട്ടേക്ക് കാണാൻ വരുന്നുണ്ടെന്ന്, ഇവിടുത്തെ ജഡ്ജി അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട്, ഇവിടുത്തെ ജഡ്ജി അദ്ദേഹത്തെ പോലെ ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടിയാണ് വരാൻ പോകുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ ശങ്കരനാരായണനാണെങ്കിൽ വിക്രമിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മോനെ എന്തിയേ, എൻ്റെ മോളെവിടെ, വേദ എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. വേദ ഇങ്ങോട്ടേക്ക് പോരെ, നിൻ്റെ എൻട്രിക്കുള്ള ടൈം ആയിട്ടുണ്ടെന്ന് ഇങ്ങനെ വിക്രം പറയുമ്പോഴേക്കും നമ്മുടെ വേദയാണെങ്കിൽ ഒരുപാട് നാണത്തോടു കൂടിയാണ് കേട്ടോ അങ്ങോട്ടേക്ക് വരുന്നത്. ഈ സമയം ശങ്കരനാരായണനാണ് വേദയെ ആദ്യം ചേർത്ത് പിടിക്കുന്നത്. അങ്ങനെ മുത്തശ്ശിയും പത്മിയൊക്കെ ഒരുപാട് സന്തോഷത്തോടു കൂടി വേദയെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ വിക്രമിനെയും ഒരുപാട് സ്നേഹത്തോടു കൂടിയിട്ട് വിക്രമിനെയും വേദയും ഒന്നിച്ച് സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കുകയാണ് ശങ്കരനാരായണൻ. എന്നാൽ ഇതൊന്നും നമ്മുടെ ശ്രീകാന്തിനും വർഷയ്ക്കും അങ്ങോട്ട് തീരെ പിടിക്കുന്നില്ല കേട്ടോ. അങ്ങനെ എന്നാൽ വിക്രമാണെങ്കിൽ താൻ കരുതിയ പോലെ ഒരാളല്ല, എന്തായാലും എൻ്റെ വേദമോക്ക് തന്നെ ചേരുന്ന ആളാണെന്ന് നമ്മുടെ ശങ്കരനാരായണൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിക്രമിനെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ വേദയോടൊപ്പം തന്നെ നമ്മുടെ ശങ്കരനാരായണൻ കൂടിക്കൊണ്ട് നമ്മുടെ വിക്രമിൻ്റെ പഠിത്തമൊക്കെ പുനരാരംഭിക്കുന്നുണ്ട്. അങ്ങനെ വിക്രമിന് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ശങ്കരനാരായണൻ ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ. അച്ഛൻ്റെ ആഗ്രഹപ്രകാരം നമ്മുടെ വിക്രമിന് ഒരു ഗവൺമെൻറ് ജോലി തന്നെ നേടിയെടുക്കണമെന്ന് വേദയും വിക്രമും ഒരുമിച്ച് തീരുമാനിക്കുകയാണ്. അങ്ങനെ രാത്രിയും പകലും ഇല്ലാതെ രണ്ടുപേരും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ പഠിക്കുന്നത്. വേദയുടെ അച്ഛനാണെങ്കിൽ നമ്മുടെ വിക്രം ഒരു പോലീസ് ഓഫീസറായി കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹം നമ്മുടെ വേദയോടും പറയുന്നുണ്ട്. അങ്ങനെ ശങ്കരനാരായണൻ ഒരുപാട് പുസ്തകങ്ങളൊക്കെ നമ്മുടെ വിക്രമിന് കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം നമ്മുടെ വിക്രമിൻ്റെ മാറ്റത്തിൽ നമ്മുടെ മാഷിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പഴയതിലധികം നമ്മുടെ മാഷ് വിക്രമുമായിട്ട് അടുക്കുന്നുണ്ട്. പിന്നെ ഇതായിട്ട് കാണിക്കുന്നത് നമ്മുടെ വിക്രമിന് ചായയായിട്ട് വരുന്ന വേദയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് വിക്രം ചോദിക്കുന്നുണ്ട്, വേദേ നീ എന്തിനാ എനിക്കിപ്പോൾ ഈ ചായയായിട്ട് വരുന്നത്, നീ ഈ സമയം നല്ല റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്, നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടേ എൻ്റെ കുഞ്ഞിന് വെയിറ്റ് ഒന്നും ഇല്ലാതാക്കല്ലേ കേട്ടോ എന്നിങ്ങനെ പറയാം കേട്ടോ. ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട്, അതെ എനിക്കൊരു ക്ഷീണവും ഇല്ല, എൻ്റെ വയറ്റിലുള്ളതേ ഈ കുട്ടി വിക്രമാ, അപ്പോൾ പിന്നെ അവൻ നല്ല റൗഡി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ ചിരിക്കുകയാണ്. ഈ സമയം വിക്രമിനോടായിട്ട് വേദ പറയുന്നുണ്ട്, അല്ല
എനിക്ക് ഇപ്പോൾ വേറെ ഒന്നുമല്ല, നീ പഠിച്ച് നല്ലൊരു ജോലിയിലെത്തണം, അതാണ് എൻ്റെ ആഗ്രഹം. അല്ല വിക്രം, നീ പഠിക്കുന്നുണ്ടോ? അച്ഛൻ തന്ന ബുക്കുകളൊക്കെ എവിടെയെന്ന് ഇങ്ങനെ വേദ ചോദിക്കുന്നുണ്ട്. അതെ, കുറേ ടെസ്റ്റുകളൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറേ കൂടി റെഫർ ചെയ്യാനുണ്ടെന്ന് പറയാട്ടോ. ഇത് കേൾക്കുന്ന വേദിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതെ, എനിക്ക് നിൻ്റെയും നിൻ്റെ അച്ഛൻ്റെയും ഒക്കെ ആഗ്രഹം പോലെ ഒരു ഗവൺമെൻറ് ജോലി വാങ്ങിച്ച് കാണിക്കണം. അതാണിപ്പോൾ എൻ്റെ ഒരേ ഒരു ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടേ ഇനി ഒരുപാട് കടമ്പകളുണ്ടെന്ന് പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, വിക്രം, നീ അത്രയ്ക്കൊന്നും റിസ്ക് എടുക്കണ്ട. ഒരു ഗവൺമെൻറ് ജോലി വേണമെന്നൊന്നും എനിക്ക് വലിയ ആഗ്രഹമില്ല. നീ പഠിച്ച് നല്ലൊരു ജോലിയിലെത്തി കാണണമെന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് ഇങ്ങനെ വേദ പറയുന്നുണ്ട്. അല്ല വിക്രം, ഇനിയേ ഒരാഴ്ചയെ നിനക്ക് എക്സാമിനായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പേനയ്ക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് പൂജിച്ചിട്ട് തന്നെയാണ് കൊണ്ടുവച്ചേക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോഴേ റിസ്ക് എടുക്കുന്നത്? ഇനി ഒരാഴ്ച കിടക്കുകയല്ലേ. അല്ല വേദ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ചെറുപ്പം തൊട്ടേ തന്നെ നമ്മുടെ ശ്രീചേട്ടത്തിയാണ് എനിക്ക് എക്സാമിന് പോകാനായിട്ട് പേന കൊണ്ട് തരുന്നത്. അത് മാത്രം നീ എന്നോട് എനിക്കൊരു സഹായം ചെയ്യണം. നീ ഇപ്പോൾ ഈ പേന എന്നെ നിർബന്ധിക്കരുത് എന്നിങ്ങനെ പറയാട്ടോ. വിക്രം, അതിന് ഞാൻ എതിര് പറയുമെന്ന് വിക്രമിന് തോന്നുന്നുണ്ടോ? എന്തായാലും ശ്രീചേട്ടത്തി എനിക്ക് ഏട്ടത്തി തന്നെയാണ്. ശ്രീചേട്ടത്തിയുടെ കൈകൊണ്ട് പേന വാങ്ങിയിട്ട് പോയാലേ നിന്നെ കയ്യിൽ സന്തോഷിക്കുന്നത് ഞാൻ തന്നെയാണ്. എന്തായാലും ആ ഒരു വിക്രമിൻ്റെ ആഗ്രഹം എന്തായാലും സാധിക്കും. നമ്മൾ ആ പേന മേടിച്ചുകൊണ്ട് പോയി എഴുതിയിട്ടേ വിക്രം നല്ല റാങ്കോട് കൂടി തന്നെ പാസ്സാവുമെന്ന് ഇങ്ങനെ പറയാട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വേദയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ആ അച്ഛനാണല്ലോ വിക്രം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, മോളെ വിക്രമിൻ്റെ ഈ കൊടുക്കുന്ന ഇങ്ങനെ പറയാട്ടോ. അങ്ങനെ വിക്രം ഫോൺ മേടിക്കുമ്പോഴേക്കും, മോനെ എന്തായി, എക്സാമിന് ഡേറ്റ് എടുത്തുകൊണ്ടിരിക്കുക, മോൻ പഠിച്ചു കഴിഞ്ഞോ എന്ന് ചോദിക്കുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട്, അച്ഛൻ തന്ന ടെക്സ്റ്റുകളെല്ലാം ഞാൻ അത്യാവശ്യം കവർ ചെയ്തു. എങ്കിൽ പിന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിച്ചു അച്ഛാന്ന് പറയുമ്പോൾ നമ്മുടെ ശങ്കരനാരായണൻ ചോദിക്കുന്ന ക്വസ്റ്റ്യനെല്ലാം നമ്മുടെ വിക്രമാണെങ്കിൽ നല്ല രീതിയിൽ ആൻസർ പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വേദ ഒരുപാട് അഭിമാനത്തോടു കൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെ എന്നാൽ ശരി മോനെ, അച്ഛൻ പ്രാർത്ഥിക്കുക, നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ശങ്കരനാരായണൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയം വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, അല്ല വിക്രം, ഇപ്പം വിളിച്ചത് നിൻ്റെ അച്ഛനാണോ എൻ്റെ അച്ഛനാണോ? അതെ, ഞാനും എൻ്റെ അമ്മയും അച്ഛനും ഇപ്പോൾ നല്ല കൂട്ടാ. ഞങ്ങളങ്ങനെ പതിയെ നിന്നെ അങ്ങ് ഒഴിവാക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദേനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത് ശ്രീകാന്തിനെയും വർഷയാണ് കേട്ടോ. അങ്ങനെ വർഷയാണെങ്കിൽ ശ്രീകാന്തിൻ്റെ ക്രെഡിറ്റ് കാർഡൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറേ പൈസ അതിൽ നിന്ന് ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല ശ്രീകാന്തെ, ഈ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കൂടുതലും പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഗോൾഡാണല്ലോ, എന്നിട്ട് എനിക്കിതുവരെ നീ ഗോൾഡൊന്നും തന്നിട്ടുമില്ല, പിന്നെ ഇത് നീ എന്തിന് പർച്ചേസ് ചെയ്തതാണെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്ത് പെട്ടെന്ന് തന്നെ പെട്ടുപോവാണ് കേട്ടോ വർഷയുടെ മുമ്പിൽ. അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട്, അത് എൻ്റെ മാനേജറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് സ്വർണ്ണം എടുത്ത്. അതെ, മാനേജർക്ക് എന്താ ഇത്ര ഗോൾഡിൻ്റെ ആവശ്യം? അത് അയാളുടെ മകൻ്റെ കല്യാണമായിരുന്നു. മകൻ്റെ കല്യാണത്തിന് ഇത്രയും സ്വർണ്ണം എന്തിനാ? മകൻ്റെ അല്ല, മകളുടെ കല്യാണം. എന്നാൽ ശരി, മകളുടെ കല്യാണം എന്നാന്നിങ്ങനെ വർഷ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് വീണ്ടും പെട്ടുപോവാണ് കേട്ടോ. അല്ല, കല്യാണം മുടങ്ങിപ്പോയി, ആ പയ്യനെന്തോ ശരിയല്ലെന്ന് പറഞ്ഞിട്ട് ആ വിവാഹം വേണ്ടെന്ന് വെച്ചു എന്നിങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട്. അല്ല, അപ്പോൾ പിന്നെ ആ ഗോൾഡൊക്കെ എവിടെ? അതോ ഇനിയിപ്പോൾ ആ മകൾക്ക് കല്യാണങ്ങൾ വരുമല്ലോ, അതുകൊണ്ട് ഞാനിനി തിരികെ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ക്യാഷൊക്കെ ആര് തിരിച്ചടയ്ക്കും? അത് അയാൾ തന്നെ അടച്ചോളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ശരി, അപ്പോൾ പാവം പെൺകുട്ടിയല്ലേ, ആ കുട്ടിയുടെ വിവാഹം മുടങ്ങിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വർഷ അവിടെ നിന്ന് പോവാണ് കേട്ടോ. എന്നാലും നമ്മുടെ വർഷയുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഇങ്ങനെ ഉരുത്തിരിയുന്നുണ്ട്. കാരണം അത്രത്തോളം പതറിയാണ് നമ്മുടെ ശ്രീകാന്ത് നിൽക്കുന്നത്. പിന്നീടായിട്ട് കാണിക്കുന്നത്, അങ്ങനെ നമ്മുടെ വേദയും വിക്രമും ആണെങ്കിൽ ഒന്നിച്ചിരുന്നിങ്ങനെ ഗർഭിണിയായ വേദ ഇങ്ങനെ വിക്രമിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, വേദ ഞാൻ പഠിച്ചോളാം, നീ ഒരുപാട് ലേറ്റായിട്ട് കിടക്കണ്ട, നീ പോയി കിടന്നോ എന്ന് പറയുകയാണ് കേട്ടോ. എന്നാൽ വേദയാണെങ്കിൽ നമ്മുടെ വിക്രമിനെ പഠിപ്പിക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ തന്നെ വിക്രമിനെ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കുകയാണ്. ഈ സമയം വിക്രം പറയുന്നുണ്ട്, വേണ്ട വേദ, ഞാൻ പഠിക്കാനിരിക്കുകയാണ്, നീ എന്നെ വെറുതെ ഇങ്ങനെ ഇളക്കണ്ടെന്ന് പറയുമ്പോഴേക്കും വേദയാണെങ്കിൽ വീണ്ടും നമ്മുടെ വിക്രമിനെ ഇങ്ങനെ
കിള്ളുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് വിക്രമാണെങ്കിൽ വേദ നീ ഗർഭിണിയാണ്, ഞാൻ വെറുതെ ഇട്ട് ഓടിക്കും, പിന്നെ അത് പ്രശ്നമാവുമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും വേദയാണെങ്കിൽ നമ്മുടെ വിക്രമിനോട് അങ്ങനെ ചെറിയ ചെറിയ കുസൃതികളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രീകാന്തിന് ഇതൊക്കെ കാണുമ്പോഴേക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. വിക്രമും വേദിയും കൂടിയിട്ട് ഇങ്ങനെ തമാശയൊക്കെ കാണിക്കുന്ന കാണുമ്പോഴേക്കും ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ ശ്രീകാന്ത് അവിടെ നിന്ന് ഒന്നും പറയാതെ തന്നെ പോവാണ്. കാരണം നമ്മുടെ വിക്രമിന് ശ്രീകാന്തിൻ്റെ കള്ളക്കളികളൊക്കെ കുറച്ച് അറിയാട്ടോ. അങ്ങനെ അത് വർഷയോട് പറയൂ എന്നുള്ളൊരു പേടിയിലാണ് നമ്മുടെ ശ്രീകാന്ത് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിൽ ശരിക്കും പർച്ചേസ് ചെയ്യുന്നത് ശ്രീകാന്തിന് ഒരു കാമുകിയുണ്ട്. ആ കാമുകിയുടെ കയ്യിലാണ് ക്രെഡിറ്റ് കാർഡ് ഉള്ളത്. അങ്ങനെ ആ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് ആ കുട്ടി ഇങ്ങനെയെല്ലാം പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ശ്രീകാന്ത് നേരെ പോകുന്നത് ആ പെൺകുട്ടിയുടെ അടുത്തേക്കാണ്. അങ്ങനെ അവരുടെ ആ സ്ത്രീയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തായി കാണിക്കുന്നത്? നീ എന്നോട് ചോദിക്കാതെ എന്തിനാ ഇത്രയധികം പർച്ചേസൊക്കെ ചെയ്യുന്നത്? വർഷ കഴിഞ്ഞ ദിവസം അത് കണ്ടിരുന്നു, ഞാൻ ആകെ പെട്ടുപോയതുപോലെ ആയെന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരുന്നുണ്ട്. അതേ, അവൾ കണ്ട എനിക്കെന്താ, ഞാൻ നിങ്ങളുടെ ആരാ? അപ്പോൾ പിന്നെ അവളാണോ ഞാനാണോ വലുത്? അതേ, നാട്ടിൽ മൊത്തം ഇപ്പോൾ എന്നെക്കുറിച്ച് എന്തൊക്കെയാ പറയുന്നതെന്നറിയോ? നിങ്ങളെക്കുറിച്ച് നിങ്ങളെയും കൂട്ടിയിട്ട്. അതെ, ഇനിയിപ്പോൾ എന്തായാലും എന്നെ താലി കെട്ടിയാൽ മതിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒറ്റക്കെട്ടിൽ നിൽക്കുകയാണ്. ബാക്കി എപ്പിസോഡ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.